വെൽക്കം ടു വോയിസ് ഓഫ് ബിഗ്ന. ഈ വീഡിയോയിൽ മെൻ്റലിസം ആൻഡ് ഹിപ്നോട്ടിസം ട്രിക്സ് അഥവാ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലൂടെ നിങ്ങളുടെ എല്ലാ സംശയം മാറും എന്ന ഫേക്ക് പ്രോമിസ് ഒന്നും ഞാൻ പറയുന്നില്ല. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ ഏകദേശം ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത് മെൻ്റലിസം എന്താണെന്ന് നോക്കാം. മെൻ്റലിസം എന്നത് മനുഷ്യൻ്റെ മനസ്സ് വായിക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു കലാരൂപമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ സൈക്കോളജി, ശ്രദ്ധ, സൂചനകൾ, ഉദ്ദേശ്യപ്രവർത്തനം അഥവാ സജഷൻ എന്നിവയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ശരീരഭാഷ വായിക്കുക, ബോഡി ലാംഗ്വേജ് റീഡിംഗ്. മെൻ്റലിസ്റ്റുമാർ ആളുകളുടെ കണ്ണ്, മുഖഭാവം, കൈചലനം, ശ്വാസം തുടങ്ങിയവ സൂക്ഷ്മമായി കാണും. ഒരു ചെറിയ കണ്ണ് ചലനം പോലും ഒരാളുടെ ഉദ്ദേശം പറയാം. 2. സജഷൻ. മെൻ്റലിസ്റ്റുമാർ നേരിട്ടോ മറച്ചോ ഒരാളുടെ ചിന്തയെ നിയന്ത്രിക്കും. ഉദാഹരണം, നിനക്കിപ്പോൾ 7 തോന്നുന്നുണ്ടല്ലോ എന്നതുപോലെ സൂചനകൾ കൊടുക്കും. അവൻ അതറിയാതെ തന്നെ ആ നമ്പർ ചിന്തിക്കും. 3. കോൾഡ് റീഡിംഗ്. ഇത് അനുമാനിച്ചു കൊണ്ടുള്ള വായനയാണ്. അവർക്ക് നേരത്തെ കാണാതെ ആൾക്ക് പറയാം, നിനക്ക് അടുത്ത കാലത്ത് ഒരു പ്രശ്നമുണ്ടായി, പക്ഷേ ഇപ്പോൾ നിനക്ക് അതിൽ നിന്ന് മെച്ചപ്പെടുന്നു. ഇതെല്ലാവർക്കും പൊതു കാര്യമാകാം, പക്ഷേ ആൾക്ക് തനിക്കായി പറഞ്ഞതുപോലെ തോന്നും. 4. മിസ്ഡയറക്ഷൻ. പ്രേക്ഷകന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിച്ചുവെച്ച് യഥാർത്ഥ ട്രിക്ക് ഒളിപ്പിക്കും. മനസ്സ് മറ്റൊന്നിൽ മയങ്ങിക്കിടക്കുമ്പോൾ പ്രധാന ട്രിക്ക് സംഭവിക്കും. 6. കോൺഫാബുലേഷൻ. പ്രേക്ഷകന്റെ മനസ്സിൽ നീ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു വാക്ക് എന്ന വിശ്വാസം ഉണ്ടാക്കും. പക്ഷേ അത് മുൻപ് തന്നെ സൂക്ഷ്മമായി അവൻ്റെ മനസ്സിൽ നട്ടുപിടിപ്പിച്ചതായിരിക്കും. ഇനി ഹിപ്നോട്ടിസത്തിൻ്റെ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഹിപ്നോട്ടിസം എന്നത് ആളെ ട്രാൻസ് എന്ന മനോനിലയിൽ എത്തിക്കുക എന്നതാണ്. ആ സമയത്ത് ആൾ വളരെ ശാന്തനും ശ്രദ്ധാലുവും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുമായിരിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻഡക്ഷൻ. ഹിപ്നോട്ടിസ്റ്റ് ആദ്യം ആൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തളർച്ചയോടെ ശ്വസിക്കുക എന്നിങ്ങനെ പറയുന്നു. അവൻ ശാന്തനാകുമ്പോൾ ബോധം കുറയും. 2. ട്രാൻസ് ആഴപ്പെടുത്തൽ, ഡീപ്പനിങ് ദ ട്രാൻസ്. ആൾ കൂടുതൽ ശാന്തനാകുമ്പോൾ ഇനി നിനക്ക് ഉറക്കം വരുന്നുണ്ട്, 10 മുതൽ 1 വരെ എണ്ണു എന്ന പോലെ പറഞ്ഞ് അവനെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകും. 3. സജഷൻ. ട്രാൻസിലായിരിക്കുമ്പോൾ അവൻ പറഞ്ഞത് ആൾക്ക് യാഥാർത്ഥ്യമാണെന്ന് തോന്നും. ഉദാഹരണം, നിനക്കിപ്പോൾ ചൂട് തോന്നുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് ചിരി വരുന്നു. ആൾ അത് അനുസരിക്കും. 4. പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻ. ട്രാൻസ് കഴിഞ്ഞ ശേഷവും പ്രവർത്തിക്കുന്ന നിർദ്ദേശം. ഉദാഹരണം, ഇന്നത്തെ രാത്രി നീ ആത്മവിശ്വാസത്തോടെ സംസാരിക്കും. പിന്നീട് ആൾക്കത് യഥാർത്ഥമായി തോന്നും. 5. ആങ്കറിങ്. ഒരു സ്പർശം, ശബ്ദം അല്ലെങ്കിൽ ചിഹ്നം ഉപയോഗിച്ച് ഒരു വികാരം ബന്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, എൻ്റെ കൈ തൊടുമ്പോൾ നിനക്ക് സമാധാനം തോന്നും. പിന്നീട് ആ സ്പർശം വീണ്ടും ആവർത്തിച്ചാൽ ആ സമാധാനം സ്വയം വരും. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ചെറിയ സാരാംശം നോക്കാം. മെൻ്റലിസവും ഹിപ്നോട്ടിസവും അത്ഭുതമല്ല, അത് മനഃശാസ്ത്രവും മനുഷ്യ മനസ്സിൻ്റെ ദൗർബല്യവും ഉപയോഗിക്കുന്ന കല മാത്രമാണ്. അവർ മനസ്സിൽ വിശ്വാസം സൃഷ്ടിക്കുന്നു, അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ കരുതുന്നു.